വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഞാനിങ്ങനെ വ്ളോഗൊക്കെ ഇട്ടിട്ട് തിരക്കായതുകൊണ്ടാണ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റാത്തത്. ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അതിനിടയിൽ ഇപ്പം നടു റോട്ടിലാണ് നോമ്പ് തുറക്കാന്നിരിക്കുന്നത്. ആക്ച്വലി ഇന്നൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇനാഗ്രേഷന് പോയിട്ട് ഇപ്പം നോക്കുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കാൻ സമയമായി. അങ്ങനെ പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഒത്തിരി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് വച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്റെ മാത്രം നിങ്ങൾ വിചാരിക്കാതെ കേട്ടോ. അത് 4 പേർക്കുള്ള ഐറ്റംസ് അല്ലല്ല 4 പേരുടെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറാമ വൈബൊക്കെ കാണാം. ആക്ച്വലി ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് റമദാന്റെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. നോമ്പ് 10ാമത്തെ നോമ്പ് കഴിഞ്ഞ് 11ാമത്തെ നോമ്പാണ്. സോ ഇന്നാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഇനി സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ള കുറച്ച് വിശേഷം കാണിച്ചതാണ് കേട്ടോ. കാരണം അത് ഭയങ്കര കോമഡിയാണ്. ആ കോമഡി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. യോ നോക്കിക്ക് എന്തൊരു ഡീസെന്റ് ആയിട്ട് ഇരിക്കണെന്ന്. ഞങ്ങൾ അടികൂടുന്ന ഞാൻ കാണിക്കട്ടെ. സ്നാക്സിന്റെ പൈസ കൊടുക്കാൻ അടി ഉണ്ടാക്കുന്നത് നോക്കി. രണ്ടാണ് ഇതാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റം. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി. ഇതൊക്കെയാണ് കേട്ടോ നമ്മള് വാങ്ങിച്ചത്. കല്ലുമ്മക്കായൊക്കെ ഉണ്ട്, സമൂസ, പിന്നെ എഗ് ഇഡ്ഡലി, ഇത് കുഞ്ഞിപ്പത്തല തുറക്കല്ലേ, നെലാഞ്ചി, ചിക്കൻ ടിക്കയും, ഫ്രൈഡ് ചിക്കൻ, ജ്യൂസ്. ഇത് മുഹബത്തല്ലേ, മുഹബത്ത്. ബാങ്ക് കൊടുക്കാൻ ഇനിയുണ്ട് 10-15 മിനിറ്റ്. കാത്തിരിക്കുകയാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ. നോമ്പ് തുറക്കാം. ബാങ്ക് കൊടുത്തില്ലേ? ബാങ്ക് തന്നെയല്ലേ മോനെ, ബാങ്ക് തന്നെയല്ലേ? എല്ലാരും വായിൽ വെച്ചെന്ന് വെച്ചോണ്ടോ ഞാൻ വെച്ചത്. നോമ്പ് തുറന്നു. ഇനി ഫുഡടി. ഞാൻ എന്തോ പറഞ്ഞല്ലേ, ഞാൻ കാത്തിരിക്കായിരുന്നു ഒരു കല്ലുമ്മക്കായി കഴിക്കാൻ. അല്ല, ഇവിടെ ഞാൻ വീഡിയോ എടുക്കണ നിങ്ങൾ കാണുന്നുണ്ടോ? കുടുംബത്തിൽ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ വയറ് തുറന്ന് എന്റെ പേടി. ഓടിയിരുന്ന് കഴിക്കണടാ നമുക്ക്. എഗ് ഡെല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. നമ്മള് സാധാരണ എഗ് അത് തന്നെ. നമുക്ക് എല്ലാരും കൂടെ ഓർഡർ ആക്കിട്ട് അവസാനം ഇപ്പൊ ആർക്കും വേണ്ട, ഷെയർ ആക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും വാങ്ങിച്ചത്. നീ കഴിക്കല്ലേ? ഞങ്ങളുടെ സംതൃപ്തി. കാല് നീട്ടി ഇരിക്കണോക്കി റോട്ടില്. മാസമാണ് എല്ലാവരും നോമ്പൊക്കെ പിടിക്കുക, എടുത്തു പോകാതിരിക്കുക, നല്ല മാർഗത്തിലൂടെ നടക്കുക. നോക്കിക്ക് ഇത്രയും ബാക്കി. എടാ, കല്ലുമ്മക്കായ ആരും എടുത്തില്ല. ഞാൻ 2 പറഞ്ഞല്ലേ? മൈ ഗോഡ്. ഓക്കെ ഞാൻ എടുത്തോണ്ട്. നോ വറീസ്. ഞാൻ ഫുഡ് എന്തായാലും വേസ്റ്റ് ആക്കൂല മോളെ, നീ പേടിക്കണ്ട. ജസ്റ്റ് സ്നാക്സ് വെച്ച് നോമ്പൊക്കെ തുറന്നിട്ട് നേരെ റമദാൻ ഫുഡ് സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ആൾക്കൂട്ടങ്ങളാണ്, ഓരോ സ്റ്റാളിന്റെയും ഫ്രണ്ടില്. നമ്മള് ജസ്റ്റ് ഒന്നൊരു കുളിക്കുകയാണോ നമ്മൾ വാങ്ങിക്കുന്നത്? കുളിക്ക് സർബത്താ? ഒരു നോർമൽ സർബത്താണ്, കുളിക്കുന്നില്ല. ഞാൻ പാഷൻ ഫ്രൂട്ടിന്റെ ആളാണ്. ഒരു പാഷൻ ഫ്രൂട്ട് സർബത്ത് പറഞ്ഞു. പൈനാപ്പിളിലാണ്. വർഷം മുന്നേ അസ്സലാമു അലൈക്കും പറഞ്ഞ ആളാണിത്. നമുക്ക് പതുക്കെ ഒരു ജ്യൂസ് എന്നൊക്കെ തുടങ്ങാം. എന്നിട്ട് എല്ലാവർക്കും തെണ്ടിത്തിരിഞ്ഞ് ആവശ്യമുള്ളൊക്കെ വാങ്ങിച്ച് കഴിക്കാം. അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് പട്ടിണിയാണേ. അത്താഴത്തിന് ഇപ്പൊ ഒന്നും പ്രത്യേകിച്ച് കഴിപ്പൊന്നുമില്ല ദുബായിൽ തിരിച്ചെത്തിയതിനു ശേഷം. ഫസ്റ്റത്തെ ഒരു 5 നോമ്പ് സൗദിയിലായതുകൊണ്ട് അത്താഴമൊക്കെ കറക്റ്റിന് കഴിക്കാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ ദുബായിൽ വന്നിട്ട് എനിക്ക് അത്താഴം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നോമ്പ് തുറയുന്നുള്ള ഓക്കെ എന്തെങ്കിലും വെച്ച് നോമ്പ് തുറക്കുന്നു. അത്താഴം ഇല്ല എനിക്ക്. ആൾക്കൂട്ടവും ബഹളൊക്കെ ഒന്ന് കാണിക്കാവേ. ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങനെ തുടങ്ങി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് ഓരോ കടകള്, ഓരോ വെറൈറ്റീസ്, ഓരോ നാടിന്റെ വെറൈറ്റീസ് ആണ്.
അവിടെയും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സ്പൈസി ഒന്നുമല്ല, സാധാരണ സ്വീറ്റ്. നാട്ടിലൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടോ? അതാണ്ടാ ദുബായ്. ഡോഡ്ജ്. ബൂം ബൂം. ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ പൊതുവെ ഹോട്ടൽ റെസ്റ്റോറന്റ് മാത്രമല്ല കേട്ടോ, കുറെ ഡ്രസ്സിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് പെരുന്നാൾ ഇന്നും 10-20 ദിവസം ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ നോക്കട്ടെ എല്ലാ ഷോപ്പുകളിലും കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഹായ്. സോ ഇവിടെ ഫറാഷയിലാണ് ഞാൻ അധികം ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരാറ്. ഇതിന്റെ ഓണർ ഹായ്. ഡെനിമിലും പാർട്ടി വെയറും ഇവിടെ നിന്ന് എടുത്ത് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എടാ കഴിഞ്ഞ തവണ എടുത്ത ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കൊണ്ടു തരട്ടെ, നെക്സ്റ്റ് വരുമ്പോ ഒന്ന് ഓൾട്രേഷൻ ചെയ്ത് തരോ? ഓ വാവ്, ഈ കളർ കഴിഞ്ഞ കൊല്ലം. ഇറ്റ്സ് ഓക്കെ. അല്ല അങ്ങനത്തെ ടൈപ്പ് ഞാൻ ഇടാറില്ല. ലൈറ്റ്, കുറച്ച് പടപണ്ടാരം, കുറച്ച് വർക്കുകള്. ഹെവി. ട്രെൻഡിങ് കാണിച്ചോ? നമ്മള് ഓൾറെഡി വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോടാ ഇത്ര കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇടിപ്പിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ച്. ഞാനൊരു ബൊട്ടിക്ക് തുടങ്ങുവാണെങ്കിൽ ഇവിടെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട് 2 ദിവസത്തേക്ക്. ഞാൻ ഈ സാധനം എടുത്തിന്. ഇതിന്റെ വേറെ കളർ ഞാൻ കാണിക്കുന്നില്ല, എല്ലാം ഇത് കാണിച്ച് ശരിയാവത്തില്ലല്ലോ. നമുക്കിന് എത്ര വ്ലോഗ്സ് വരുന്നുണ്ട് ഗൈസ്. ഇത് അഭയ ബോട്ടല്ലേ? അത് എന്താ രസമല്ല, പക്ഷെ എനിക്കിതൊന്നും ചേരത്തില്ലടാ. എനിക്ക് ഇഷ്ടപ്പെട്ടാടാ കളക്ഷൻസ് ഒക്കെ. ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? അടിപൊളി. അതെ അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ നിനക്ക്? എനിക്ക് നീ എടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഹെവി വർക്കാണ്, ആണോ? എക്സ്പെൻസീവ് ലുക്ക്. അതെ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഞാൻ എടുത്തെടുക്കല്ലേ വേറെ സൈസില്? എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെട്ടോ? ചേരോ നിനക്ക് സൈസ്? അങ്ങനെ പെരുന്നാക്കളുടെ ഡ്രസ്സ് ചെമ്മൂസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. കമ്മീഷൻ ഉണ്ടോ എനിക്ക്? കമ്മീഷൻ ഉണ്ടോ? ഓക്കെ, ഞാൻ എടുത്ത ഡ്രസ്സിൽ കുറച്ച് തന്നാ മതി. ജന എടുക്കല്ലടാ, ഇത് രസമില്ല. ഇത് ചിലപ്പോ നമ്മളുടെ അവസാനത്തെ വ്ളോഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ദുബായില് പാംജുമേരയിലും മിസൈൽ അടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഖത്തറിലും കുവൈറ്റിലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അബുദാബിയിലെ ഒരു മരണമൊക്കെ സ്ഥിരീകരിച്ചതായിരുന്നു. പക്ഷേ നമ്മളൊക്കെ കാത്തണേ, എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുകയാണ്. പോണ്ടേ നമുക്ക്? ഇവിടെ എന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമോ ഒന്നും അറിയത്തില്ല. കാരണം ആൾക്കാരൊക്കെ പരിഭ്രാന്തരാണ്, ഞാനടക്കം. ഇറാൻ ആക്രമിച്ചതുകൊണ്ടേ പ്രശ്നം. ഇതുവരെ നമ്മൾ സേഫ് ആണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. വർഷം തന്നെ കാക്കണം. സോ ഗൈസ്, ഞാൻ ഈ ഷോപ്പിന് ഇനാഗ്രേഷൻ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഞാൻ നോമ്പ് തുറക്കാനൊക്കെ പോയത്. രാത്രി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ജസ്റ്റ് അവർ ഓപ്പൺ ആക്കി കയറിയെന്നുള്ളൂ. എന്താ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇവിടെ കുറെ മുന്നേ വരും ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. നോമ്പ് തുറന്നിട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്നത്. ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് നേരം വീഡിയോ എടുക്കാത്തത്. പിന്നെ നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്. നമ്മുടെ ജോർജിയൻ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ഇവിടെ വെച്ച് കണ്ടു. അതെ, ജോർജിയയില് അന്ന് പോയതിനു ശേഷം നമ്മൾ അതിനുശേഷം കണ്ടിരുന്നു. ഇവള് കാരണമാണ് ഞാൻ ജോർദാനിൽ പോയി പണി വാങ്ങിച്ചത്. മൊറോക്കോയിൽ പോകാനും പറഞ്ഞ് വിസ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ട് ഇവള് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ജോർദാനിൽ ഒറ്റയ്ക്ക് പോയത്. എന്റെ കുട്ടി ഒരിക്കലും ഇതിൽ പെടൂലായിരുന്നു. ഞാനും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു ആ ട്രിപ്പിൽ. ശരിക്കും പക്ഷെ മിസ്സായെന്നല്ല, എന്നെ എയർകേറ്റ് വിട്ട്. നന്ദിയുണ്ട്. അത് ബാക്കി വിശേഷങ്ങൾ വഴി പറയാം, ഒത്തിരി പറയാനുണ്ട്.
അപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം ഇവിടെ പാനിക് ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ നമ്മളെ ദുബായിനെ ആക്രമിച്ചിരിക്കുകയാണ്. സോ നമ്മൾ കൂടുതൽ ഇവിടെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വഴിമുട്ടി പോകും. നമ്മൾ വീട്ടിൽ തിരിച്ചു പോയതിനു ശേഷം അത്യാവശ്യം വേണ്ട നമ്മുടെ കുറച്ച് ഫുഡ് ഐറ്റംസും അതുപോലെ വെള്ളമൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നമ്മൾ തൽക്കാലം സേഫ് അല്ല. ഓക്കെ, വൈൻഡപ്പ് ഗൈസ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഞാൻ കുറേ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഇന്നിവിടെ ഒരു പരിപാടിയും ഇല്ല, ഇന്നൊരു സംഭവങ്ങൾ ഒരു കർമ്മ വൈബോ ഒന്നുമില്ല ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവിടെ ഓവർ ടെൻഷൻ. കാരണം ഇപ്പം അബുദാബിനെ ആക്രമിച്ചിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പം ജുമൈറയില് മിസൈൽ വിട്ടിട്ട് അതും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പാട്ടില്ല, ബഹളമില്ല, പരിപാടിയിലൊന്നുമില്ല. വ്ലോഗ് വൈൻഡപ്പ്. അങ്ങോട്ട് വാ. ഷോപ്പിന്റെ ഓണറിനെ കാണിച്ചിട്ട് വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. ഫ്ലെയിംസിന്റെ ഫ്ലെയിം കൗച്ചറിലാണ് ഫ്ലെയിം കൗച്ചറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇവിടെ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, അസ്സലാമ.